കൊല്ലം പത്തനാപുരം ചിതൽവെട്ടിയിൽ പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ പുലി കൂട്ടിലായി. 5 വയസ്സ് പ്രായമുള്ള പെൺപുലിയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കെണിക്കൂട്ടിൽ കുടുങ്ങിയത്. ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പുലിയെ കക്കി വനമേഖലയിൽ തുറന്നുവിടും. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് ചിതൽവെട്ടിയിലെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ എസ്റ്റേറ്റിൽ സ്ഥാപിച്ചിരുന്ന കൂട്ടിൽ പുലി കുടുങ്ങിയത്. 2 മാസത്തോളമായി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അഞ്ചലിൽ നിന്നെത്തിയ കൂട്ടിൽ ആടിനെ കെട്ടിയാണ് കെണി ഒരുക്കിയത്. കൂട്ടിൽ പുലി കുടുങ്ങിയതറിഞ്ഞ് വനംവകുപ്പ് സംഘവും വെറ്റിനറി ഡോക്ടറും സ്ഥലത്തെത്തി. ആരോഗ്യ പരിശോധനയിൽ പുലിക്ക് പരിക്കോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു. കക്കി വനമേഖലയിൽ പുലിയെ തുറന്നുവിടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഡോക്ടറുടെ പരിശോധനയ്ക്കും വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഇതിനെ ആരോഗ്യവാനെന്ന് ഉറപ്പുവരുത്തിയാൽ കക്കി വനത്തിൽ കൊണ്ടുവിടാനാണ് ഇപ്പോൾ ഉൾക്കാട്ടിൽ കൊണ്ടുവിടുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മരപ്പുഴ DFO വന്നതിന് ശേഷം ബാക്കിയുള്ള തീരുമാനം. ഇനിയും കൂട് വെക്കേണ്ടി വരുമോ ഇവിടെ? ഒരു പുലിയും കൂടെ സാന്നിധ്യം കൂടെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും കൂട് വയ്ക്കേണ്ടി വരും. അതെന്തായാലും വൈൽഡ് ലൈഫ് വാർഡൻ്റെ അനുവാദത്തോടെ ചെയ്യാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നത്. മറ്റൊരു പുലിയുടെ സാന്നിധ്യം കൂടി ഈ പ്രദേശത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുവാദത്തോടെ വീണ്ടും കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. വളരെ ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. മലയോര മേഖലയിൽ പുലിപ്പേടി എന്നുള്ള വലിയൊരു ഭീതി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പുലി ഏകദേശം എനിക്ക് 5 വയസ്സ് പ്രായമുള്ള ഒരു പുലി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒരെണ്ണം കൂടെ ഉണ്ടെന്നാണ് അന്ന് നമ്മുടെ അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിൻ്റെ കാൽപ്പാട് ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ട സംവിധാനം കൂടെ വിദഗ്ധ സമിതി കൂടി ഇപ്പോൾ കൂടുവെച്ച് കഴിഞ്ഞിട്ടാണ് ഇതിനെ കിട്ടിയത്. വീണ്ടും അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് വീണ്ടും പോകും. അതോടുകൂടി നമ്മുടെ ഈ മേഖലയിലെ ആ പുലിപ്പേടി എന്നുള്ള ആ ഒരു ഭീതി ഒഴിവാക്കാനായിട്ട് കഴിയും. ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഫോറസ്റ്റ് ഉൾപ്പെടെ വലിയ കുറേ ത്യാഗങ്ങൾ കുറേ ദിവസം കൊണ്ട് അതിൻ്റെ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ കൃത്യമായിട്ട് ഇടപെട്ടിരുന്നു. അതിൻ്റെ സമിതി കൂടിയിരുന്ന് ടെലിക്യാം ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ഉദ്യോഗസ്ഥർ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നാട്ടുകാരുടെ സഹായവും വലിയ പിന്തുണ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. കൂട്ടിലായ പുലിയെ കാണാൻ പ്രദേശവാസികളും എത്തിയിരുന്നു. 1 മാസത്തോളം തങ്ങളുടെ ഉറക്കം കെടുത്തിയ പുലിയെ പിടികൂടിയതിൽ ആശ്വാസമുണ്ടെങ്കിലും മറ്റൊരു പുലിയുടെ സാന്നിധ്യം കൂടി സ്ഥിരീകരിച്ചതിൽ ആശങ്കയിലാണ് നാട്ടുകാർ. ജനം, കൊല്ലം.